വെടിക്കെട്ട് ബിരിയാണിയാണല്ലേ ബിരിയാണിയല്ലേ അവിടെ ചോടായിട്ടുള്ള കടയില്ലേ ബിരിയാണി കട എന്ന് പറഞ്ഞപ്പോ അതല്ലേ അതന്നെ എന്തോരം പാർസലാ പോണേ അവിടെ ഈ തലശ്ശേരിക്കാരാണേ വെപ്പുകാരെ നല്ല ഭക്ഷണം അവിടെ മാത്രല്ല അവര് ചത്ത കോഴിനെ ഒന്നും വെക്കൂല അല്ല ഹലാലായ സാധനങ്ങൾ അവിടെ ഭക്ഷണം. ഒരു സോഡ കുടിച്ചാലോ? സോഡ പറ 3 സോഡ ഓപ്പണർ എന്ത് പൊട്ടിക്കണം. ആ ഗ്ലാസ് വേണോ? ഗ്ലാസ് എന്നേ കൊറേ കാലത്ത് പരീക്ക് ഒരു ബിരിയാണി മേടിച്ചു തന്നേ. ഞാൻ അവിടെ കൂടി പറഞ്ഞ അയ്യോ അതിന്റെ മക്കോട്ടിന്റെ അത് മാറ്റി വേറെ ഗ്യാസ് കൂടുതലാന്ന് തോന്നേ. അത് കുഴപ്പമില്ല, അത് മാറ്റി വേറെ എടുക്കണ എന്തോ ഒരു കഷ്ടം അതായിട്ട് തിരിഞ്ഞു കളിക്കാനുള്ള വേറെ സോഡ എടുത്താ പോരെ. ഇത് അതിലും വലിയ സാധനം പതുക്കെ വേണം, ഗ്യാസ് കൂടുതലായോണ്ടേ. അത് അടിപൊളിയായി. അല്ല വരിക എന്താണ് ഇന്ന് ഇങ്ങനെ കൊറേ കാലം വെച്ചിട്ട് ഒരു ബിരിയാണിയൊക്കെ സ്പോൺസർ ചെയ്തത്? വല്ല ആവശ്യമുണ്ടാ? ഒന്നുമില്ലടാ, അന്നേ റസിയാക്ക് നടുവേന ഞാൻ പറഞ്ഞ അടുക്കളക്കാരനെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞാൻ എന്തെങ്കിലും മേടിച്ചോണ്ടിരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പുറത്തൊരു ബിരിയാണി അപ്പൊ നിങ്ങളും ഉണ്ടല്ലോ അങ്ങനെ അങ്ങോട്ട് ബിരിയാണി ആക്കിന്നല്ലോ. അടുക്കള പണിക്കുന്നത് എന്നിട്ട് ഞാൻ എന്റെ വീഡിയോയിലെ പണിയൊക്കെ ഇന്ന് നല്ല തിരക്കുള്ള സമയമാണ്. ആനക്ക് പണിയില്ലാത്ത വരിയാന്ന് വിചാരം എന്റെ എവിടേക്ക് ചോണായി ആശാനെ അത്യാവശ്യം പണിയുണ്ട്. ബട്ടൺസ് പണിക്കണം. ബട്ടൺസാ? അപ്പൊ വീഡിയോയിൽ ആരാണ്? വീഡിയോ എന്റെ ഐഡി വെച്ച് ഞാൻ ചെയ്തു. വീഡിയോ പൂട്ടി. ദജ്ജാലെ കട അടച്ചിട്ടോ എവിടെയും പോയത് പറഞ്ഞല്ല എന്നോട്. ഞാൻ എന്താ കാണിക്കണേ? ഈ ബട്ടൺസ് പണിക്കണ്ട ആശാനെ. ബട്ടൺസ് മേടിക്കണം. അപ്പൊ ഞാൻ അങ്ങോട്ട് കടയിലേക്ക് വന്നിട്ട് പോയാ പോരാ എനിക്ക്? അപ്പൊ ആടെ ആൾക്കാർ കാത്തു നിൽക്കും. ഈ ജന്തുവിനൊക്കെ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഈ ജാതിയാണ്, അല്ലെങ്കിലേ കച്ചവടം ഇല്ല അവിടെ. എപ്പോഴെങ്കിലും ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവിടെ ആളുമില്ല പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതൊരു കാര്യം അടച്ചടച്ച് അരി ഇതേ വിളിച്ചേ റസിയാക്ക് ഈ ബിരിയാണി ഒന്ന് കൊണ്ടുപോയി കൊടുക്കും കേട്ടോ. ബിരിയാണിയാ? ആ ബിരിയാണി കൊണ്ടു കൊടുത്തിട്ട് എന്നിട്ട് അതിന് ശേഷം മതി എനിക്ക് ബട്ടൺസ് മേടിക്കല്. ബിരിയാണി കൊണ്ടുപോയി കൊടുക്കും. ബട്ടൺസ് മേടിച്ചിട്ട് വേടാ, മേടിച്ചു വരുമ്പോ എനക്കുള്ള ബിരിയാണിന്റെ ഉണ്ട്, അത് ഞാൻ അവിടെ വെക്കാം. എന്റെ ബിരിയാണി ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം ബട്ടൺസ് മേടിച്ചോണ്ടിട്ട് ബിരിയാണി റസിയാത്തെ കൊണ്ട് കൊടുത്തിട്ട് കടയിൽ പോയിട്ട് വന്നാലോ? ആദ്യം ബിരിയാണി റസിയാക്ക് കൊണ്ടുപോയി കൊടുക്ക്. ആദ്യം ബിരിയാണി റസിയാക്ക് കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ ബട്ടൺസോ? എന്തപ്പം പറയണേ ആശാനെ? ഞാനിപ്പോ എന്നാ വേണ്ട അത് പറ. ഞാൻ ഇനി ബിരിയാണി എടുത്ത് റസിയാത്താരെ വീട്ടിൽ കൊണ്ട് കൊടുക്കണോ? ഇനി ബട്ടൺസ് മേടിച്ചാൽ പീടിയെ കൊണ്ട് കൊടുക്കണോ? ഇനി ബിരിയാണി എടുത്ത് ഞാൻ എടുത്ത് കഴിക്കണോ? ഏതൊക്കെ ഒന്ന് പറയാം. ഒരു മനുഷ്യനാ ഒറ്റക്ക് ഒന്നേ ചെയ്യാൻ പറ്റൂ. ഇതാണ് എന്റെ സഹായം. അതെ പോരെ? മോനെ പലിക്കുട്ടിക്ക ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഞാൻ ഇവിടെ കടയിൽ പോയി നോക്കിയിരുന്നു. എന്റെ ഷർട്ട് എവിടെ? നാളെ കല്യാണം. കടയിൽ പോയോ കേട്ടോ? കേട്ടോ, കടയിൽ വരുമ്പോ ആളില്ല അവിടെ, അതാണ് പൂട്ടി പോലെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. മോന്റെ എന്താ ഷർട്ടോ? ഷർട്ട് അത് ഞാൻ തരാം. ഇപ്പൊ എവിടെക്കാ? വീട്ടിലേക്കാ? ഞാൻ വീട്ടിലോട്ടാ പോകുന്നത്. ഒരു കാര്യം ചെയ്യോ? അതെ റസിയാക്ക് ഈ ബിരിയാണി ഒന്ന് കൊണ്ടു കൊടുക്കോ? ഏത് റസിയ? എന്റെ ഭാര്യ റസിയാനെ കണ്ടിട്ടില്ലേ? ഇല്ല ഇല്ല. ഇജ്ജ് കണ്ടിട്ടില്ല? എന്നാ ഇജ്ജന്നെ കാണാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും അറിയാം. ഇജ്ജൊരു കാര്യം ചെയ്യ്, ഈ ബിരിയാണിയെ എന്റെ വീടറിയാലോ, മറ്റേ വായനശാല അപ്പുറത്ത്. അതന്നെ അവിടെ ഈ ബിരിയാണി ഒന്ന് കൊണ്ട് അവിടെ ആരെങ്കിലും ഉണ്ടാവും കേട്ടോ. കൊടുത്തിട്ടാ എന്റെ ഷർട്ട് ഞാനൊരു 3 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തിക്കാം. അതുപോലെ ശരി ശരി കേട്ടോ, അവിടെ എത്തിക്കാട്ടാ. ഈ ആദ്യം പോയിട്ടേ ആ ബട്ടൺസ് വെച്ചിട്ടാ എന്നിട്ട് തിന്നത് കേട്ടോ. അപ്പൊ ബിരിയാണി ബിരിയാണി അവിടെ ഉണ്ടാവും, പീടികയിലുണ്ടാവും. ഇതിപ്പോ എന്താ ഒരു കടമ തീർന്നല്ലോ, അതാവൻ കൊണ്ടായല്ലോ. ഞാൻ കൊണ്ടുപോയിട്ട് ഇന്നപ്പുറം കിട്ടിയായിരിക്കും അല്ലേ? എന്ത് താക്കോല് വേണം? താക്കോലും കൂടെ ഞാൻ പീടികയിൽ കൊണ്ടുപോയേക്കാം. വന്നോ? ശരി ആശാൻ. ബട്ടൺസ് വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ വരും. ബിരിയാണി വേണമെങ്കിൽ പെട്ടെന്ന് വന്നോ. ഒരു അന്തം കുന്തം ഇല്ലാത്ത സാധനാണ്. അതായോണ്ടാണ് ഇക്കാടെ നിക്കണത് അവൻ അല്ലേ? അല്ല അവൻ എന്നേ വേറെ പണിക്ക് പോയത്. പശിയാലുയിർവാടി പടിവാതിലും തേടി വറുമീ ഗതികേടിൽ കനിവാർന്നരു
என்ன மல்லி இது പച്ചക്കറി മുറിക്കുന്ന அது இப்பதான் ரெடி பண்ணுதா ആ அப்ப நீ ஏமாத்துறியா என்ன கொஞ்சம் முன்னாடி நான் வந்தப்ப நீ கேட்ட சோறு ரெடி ஆயிடுச்சு மீன் குழம்பு கொதிச்சிட்டு இருக்குது இப்ப சோறு தரேன்னு சொல்லிச்சுல അപ്പൊ പച്ചക്കറി വേണ്ടേ எனக்கு பச்சைக்கறி ஒன்றும் வேணாம் ആ பசி தாங்க முடியல இங்க தானே வருது வாய்க்கு ருச்சியா சாப்பிடலான்னு தான் கோவையிന്ന് காலையில ஒண்ணு சாப்பிடாம பஸ் ஏறினேன் இப்ப டைம் அவ்வளோ வச்சு കൈ നടുக்குது ഞാൻ എന്തായാലും ആവുമ്പം വിളിക്കാം അപ്പുറത്തെങ്ങാനും പോയിരിക്കും ഒന്നാമതൊന്ന് വാസുവേട്ടൻ ഉച്ചയ്ക്ക് വരില്ല എന്ന് പറഞ്ഞു പിന്നെ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോയിരിക്കല്ലേ അമ്മ ഇവിടെ ഇതൊക്കെ ഒറ്റയ്ക്ക് ഞാൻ തന്നെ ചെയ്യണ്ടേ அது ஒண்ணும் இல்ல இருக்கிற பழங்கஞ்சி எல்லாம் நீ வயிறு நிறைச்சு சாப்பிட்டுட்டு கும்முன்னு இருக்கும் அதனால தான் நீ மெதுவா செய்யற ഇതൊക്കെ നേരത്തെ ഉണ്ടാക്കിയ വളിച്ചു പോവും അതുകൊണ്ടല്ലേ അണ്ണാ என்ன ரொம்ப கஷ்டமா இருக்குது இது ഒരു കാര്യം ചെയ് ഞാൻ പെട്ടെന്ന് റെഡിയാക്കാം അപ്പുറത്തെങ്ങാനും പോയിരിക്കും കേട്ടോ நான் ஏதாவது ஹெல்ப் பண்ணுமா അയ്യോ വേണ്ട വേണ്ട അപ്പുറത്ത് പോയിരുന്നാ മതി ഞാൻ സമയമാകുമ്പോൾ വിളിച്ചോളാം കേട്ടോ இதே இந்த பச்சைக்கறி வந்து எனக்கு வேண்டாம் குழம்பு ரெடி ஆனது சீக்கிரம் கூப்பிடு നല്ല മീൻകറി ഉണ്ട് അടുപ്പത്ത് കേട്ടോ ഞാൻ ആവുമ്പോ വിളിക്കാം ஏன்னா டைம்ல சாப்பிடணும் சாப்பிடுறதுக்கு தான் நம்ம உழைக்கிறதும் பொழைக்கிறதும் எல்லாம் അറിയാം அது இல்லனா ஜீவிதமே வேஸ்ட் ആ എനിക്കറിയാം എന്റെ ദൈവമേ ഇങ്ങനെ തിന്നാൻ വേണ്ടി മാത്രം ഒരാള് കഷ്ടം റസീത്താ റസീത്താ ഇവിടെ ആരെയും കാണാനില്ലല്ലോ ഇത് ഛേ റസീത്താ റസീത്താ ஆறு என்ன வேணும் റസീത്തല്ലേ ഇവിടെ உள்ள இருந்ததே என்ன ആ അവരുടെ ഭർത്താവില്ലേ തന്നു വിട്ടതാ ഇത് പൊതി ആര്, അവർക്ക് പരിയൻകുട്ടിയാ? കൊടുക്ക. ആ நான் கொடுத்த போதுமல்ல ആ മതി 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 சரி ആ ശരി அல்ல பரிம்பாய் எங்க இருக்கு ഞാൻ വഴി വെച്ച് കണ്ടതാ ஓ சரி ആ ரஷ்யா ரஷ்யா பிரியாணி അങ്ങളാ எதுக்கு கூப்பிட்ட നിങ്ങളല്ലേ എന്നെ വിളിച്ചത് ஐ இப்ப என்ன விളിச்ச மாதிரி தோணுச்சு அதான் நான் வந்தேன் എനിക്ക് എന്നെ വിളിച്ച മാതിരി തോന്നി பரிம்பாய் இல்லையா ഇല്ല அல்ல பாய் வந்து கூப்பிட்டுருக்கோன்னு நினைச்சேன் நான் ஓடி வந்தேன் யாரும் வரலையாலே ഇല്ല சரி நான் என்னமோ நினைச்சேன் சரி അപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ല இல்ல എന്താണ് വരാത്ത് ബിരിയാണി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഒന്ന് പട്ടിണിയാവും ബിരിയാണിയാ എനിക്ക് വിശക്കാണെന്ന് ആ എത്ര സമയം ശരി റസിയ നീ ദൊരേണ്ണനെ കണ്ടായിരുന്നോ ആ മൂപ്പര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടേന്നല്ലോ ആണോ അയ്യോ വിശക്കുന്നെന്നും പറഞ്ഞ് വെപ്രാളം പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നേ പക്ഷെ പിന്നെ ഞാൻ നോക്കിട്ട് എവിടെയും കണ്ടില്ല അത് അവിടെ എവിടെയെങ്കിലും വായം പൊളിച്ച് നിക്കണ്ടാവും നീ ഭക്ഷണം കഴിച്ചാ ഇല്ലില്ല കഴിക്കണോ ആണോ എന്താ മീൻ മീനെന്ന് പിന്നെ അയില കിട്ടി അയില കിട്ടിയാ അയില ശരി ആ മല്ലികേ ഇവിടെ ആരെങ്കിലും ഒരു പൊതിയും കൊണ്ടുവന്നാ പൊതിയും കൊണ്ടോ ഇല്ലല്ലോ ഇല്ലേ ഇല്ല എന്തായിരുന്നു ആ പൊതിയില് അത് പിന്നെ ഇക്ക പച്ചക്കറി മേടിച്ച് കൊടുത്തു വിടാന്ന് പറഞ്ഞേ അപ്പൊ ഇനിയിപ്പൊ ഇന്നെ കാണാതെ അന്റെ കയ്യിലിട്ട് ആരെങ്കിലും കൊണ്ട് തന്നോന്ന് ഇല്ല ഇല്ലല്ലേ ഇനിയിപ്പോ ആ പൊതിയില് സവാള എങ്ങനെ ഉണ്ടായിട്ടുണ്ടാവോ ചെലപ്പോ ഉണ്ടാവും എന്നാ പിന്നെ ഉറപ്പല്ല അയാൾ അതും കൊണ്ട് മുങ്ങിക്കാണും എന്താടി നിന്റെ മുഖത്തൊരു വിഷമോ ഇല്ലില്ല വിഷമുണ്ട് നീ എന്താ ഭക്ഷണം കഴിച്ചില്ലേ പിന്നെ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാൻ നേരത്തെ വന്നപ്പോ നീ അയിലക്കറിയൊക്കെ വെച്ചെന്നിട്ട് ഇതുവരെ കഴിച്ചില്ലേ ഇല്ല കഴിച്ചില്ല കഴിക്കണോ കഴിക്കാൻ പോവാണല്ലോ നീ എന്താ കഴിക്കാത്തെന്നാ ഞാൻ ചോദിച്ചത് നിനക്ക് എന്തോ കാര്യമായിട്ടൊരു പ്രശ്നം ഉണ്ടല്ലോ എന്താന്ന് വിചാരിച്ച നീ എന്നോട് പറ എന്താടി
ഞാൻ സത്യം പറയട്ടെ, അപ്പൊ നീ ഇത്രയും നേരം പറഞ്ഞൊക്കെ കള്ളത്രേനോ? അങ്ങനെയില്ല. പിന്നെ അത് എനിക്ക് രാവിലെ പെടലുവേനായിരുന്നു. അപ്പൊ മൂപ്പര് എന്നോട് പറഞ്ഞ് ബിരിയാണി മേടിച്ചു തരാന്ന്. ഞാൻ ആ ബിരിയാണി നോക്കിയിരിക്കുക. എന്റെ ദൈവമേ, നിനക്ക് പെടലി വേനയാണെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാ പോരെ, ഞാൻ നിനക്ക് നല്ല ചോറും കറിയും വെച്ച് തരില്ലേ? ഞാൻ ബിരിയാണി ആഗ്രഹിച്ചു പോയി. ഓഹോ, ബിരിയാണി ആഗ്രഹിച്ചു പോയി. ഇപ്പൊ കിട്ടിയില്ലല്ലോ. അന്നേരത്ത് നീ വിശന്നിരിക്കുന്ന എന്തിനാ? ഞാൻ വേഗം നിനക്ക് ചോറ് മീൻ കറി. വേണ്ട, അല്ല അങ്ങനെ പറ്റില്ലല്ലോ. ഞാൻ അവിടെ വിശന്നിരിക്കണെന്ന് മൂപ്പർക്ക് അറിയില്ലേ. ഇന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ബിരിയാണി മേടിച്ച് കൊടുത്തു വിടുമല്ലോ. മൂപ്പർക്ക് അതിന് സമയമില്ലല്ലോ, മറന്നുപോയിട്ടുണ്ടാവും. ഈ ചിരിക്കൊന്നും വേണ്ട. ഇന്ന് ബിരിയാണി തീരുമാനിക്കും, ഞങ്ങൾ പിരിയണോ ഒന്നിച്ച് താമസിക്കണോന്ന്. എന്റെ റസി, എനിക്കത് ആവശ്യമില്ലാത്ത വാശി കേട്ടോ. നിനക്കൊന്നുമില്ലെങ്കിൽ ബിരിയാണി വാങ്ങി തരാന്നെങ്കിലും പറഞ്ഞില്ലേ? എന്റെ വാസുട്ടേട്ടനോട് അങ്ങാനും ഞാൻ ഇങ്ങനെ ബിരിയാണി വാങ്ങി തരണം എന്ന് പറഞ്ഞാൽ എന്നോട് എന്താ പറയാന്നറിയോ? വേഗത്തിരി ചോറും ചമ്മന്തിയും തിന്നിട്ട് മൂലയ്ക്ക് കിടന്നോന്ന്. ഇപ്പൊ എനിക്ക് ബിരിയാണി വാങ്ങി തരാന്നെങ്കിലും പറഞ്ഞില്ലേ? പിന്നെ ഒരു ദിവസം വാങ്ങി തരും. ഇപ്പൊ നീ എന്റെ ചോറും മീൻകറി തിന്നാന്നു. എനിക്ക് വേണ്ട ചോറും മീൻകറിയൊന്നും. അങ്ങനെ പറ്റില്ലല്ലോ. എനിക്ക് അറിയണൊന്ന്, എന്ത് ഇന്നോട് സ്നേഹം ഉണ്ടോ ഇല്ലയോന്ന്. ഞാൻ അവിടെ പട്ടിണി കിടന്ന് ചാവട്ടെ. അപ്പം ഈ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക് മൂപ്പരോട്, ഞാൻ ബിരിയാണി കിട്ടാണ്ട് മരിച്ചോയി. ഇങ്ങനെ ഉണ്ടോ ഒരു ബിരിയാണി കുറിച്ച്? ரெஸ்ட் சாப்பிடலையா? பசியோடு இருக்குதா? പറ്റില്ല എന്ന് പറഞ്ഞ പോരേനു. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. വല്ല കഞ്ഞിയും വെച്ച് കുടിച്ചാ മതിയേനു. വിശന്നിട്ടാണെങ്കിൽ ഇതൊക്കെ ഓൻ തീർത്ത് വെച്ചിക്കേ. എന്താ ബിരിയാണി ഒക്കെ തിന്ന് ശ്വാസം മുട്ടിയിരിക്കാൻ നോക്കും ഒരാള്. എന്താ വെട്ടുപോത്തിന്റെ വരി നോക്കണേ? ചോറ് കിട്ടിയില്ലേ? ബിരിയാണി ഒന്നില്ലാതെ എവിടുന്ന് ബിരിയാണി? ഞാൻ പുറത്ത് വെച്ച ബിരിയാണി. ആരും എടുത്തേച്ചു? ഇവിടെ ഒരു ബിരിയാണി വന്നിട്ടില്ല. ഇതെന്താ ഓർത്താ തമാശ കളിക്കണത്? ഞാൻ ചോറ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വെറുതെ എന്നോട് കള്ളം പറയരുതേ. എന്താ വിളി പറയണേ വാസുട്ടിയെ? ഞാൻ ഭക്ഷണം കൊടുത്തയച്ചല്ലേ ഒന്ന് പറഞ്ഞു. അതെ, ഞങ്ങള് ബിരിയാണി കഴിക്കാൻ പോയിട്ട് ഞങ്ങള് മൂന്നാളും കഴിച്ചിട്ട് നിനക്കൊക്കെ ഉള്ളത് ഇങ്ങോട്ട് പാർസൽ കൊടുത്തയച്ചല്ലോ. നിങ്ങള് മൂന്നാളും പോയിട്ട് കഴിച്ച് എന്നിട്ട് ഇന്റെ കാര്യം മറന്നു. അതന്നെ എന്താ റെസിച്ച് പറഞ്ഞായി? ഞാൻ ആ സുലൈമാന്റെ ചെക്കൻ്റെ ഒരു പാർസൽ ബിരിയാണി കൊടുത്തയച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയത്. അല്ല വരികുട്ടിയെ, ഇനിയിപ്പോ ഈ സാധനമായിട്ട് ചെക്കൻ എങ്ങനെ വീട്ടിൽ പോയിട്ടുണ്ടാവോ? അവന് കടയിലേക്ക് തുണി കൊണ്ടുവരണ്ടല്ലേ? നിങ്ങള് ബിരിയാണി മേടിച്ച് തിന്നിട്ട് വെറുതെ കള്ളക്കഥയൊന്നും പറയണ്ട. കള്ളക്കഥയല്ലാന്ന് എന്താ ഈ പറയുന്നത്? സത്യമായിട്ടും റസിയ ബിരിയാണി മേടിച്ചിട്ട് ആ സുലൈമാൻകാട മോനെ ആരിസിന്റെ അടുത്ത് കൊടുത്തു വിട്ടല്ലേ? ജോസുട്ടി, ഈയാണ് ഈ കഥയൊക്കെ ഉണ്ടാക്കണേന്ന് എനിക്ക് നല്ലോണം അറിയാം. ഒരു ബിരിയാണീന്റെ പേരിൽ കള്ളം പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇന്റെ വാപ്പ ഉണ്ടായിരുന്നപ്പോഴേ ബിരിയാണിന്ന് തികച്ച് പറയണ്ട, മൂപ്പര് എന്റെ മുന്നിൽ കൊണ്ട് തരുന്നു. ബീഫെങ്കിൽ ബീഫ്, അല്ല ചിക്കൻ എങ്കിൽ ചിക്കൻ, എന്താച്ചാല് നല്ലോണം തിന്ന് തന്നെ ജീവിച്ച ആളാണ് ഞാൻ. പാപ്പാക്ക് ബിരിയാണി പണിയായിരുന്നോ? ഈ എന്റെ അടുത്ത് മിണ്ടാൻ വരല്ലേ? സത്യമാണ് റസിയ, ആ സുലൈമാൻകാട മോൻ ആരിസിന്റെ അടുത്ത് പരിയൊക്കെ കൊടുത്തു വിട്ടല്ലേ? ഈ കള്ളക്കഥ ഉണ്ടാക്കാൻ മിടുക്കനാണ്. ഏറ്റുമാനൂര് പുണ്യാളനാണ് സത്യം, ബിരിയാണി കൊടുത്തു വിട്ടതാണ്. അതേതാ പുണ്യാളം പുതിയത്? ഏറ്റുമാനൂര് അപ്പനല്ലേ? ഞങ്ങൾ അപ്പച്ചനും പുണ്യാളനൊക്കെ വിളിക്കണം. അല്ല, പുണ്യാളനും അപ്പച്ചനൊക്കെ അവിടെ കട്ടെ. ഇതെന്താ പറയണേ? ഞാനക്ക് ഞാൻ ഒരു സാധനം മേടിച്ചെന്ന് പന്നെ കളിയാക്കാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞേ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് എന്റെ വാപ്പല്ലാതെ ഒരു സാധനം ഞാൻ എനിക്ക് മേടിച്ചു തന്നിട്ടില്ലേ? ഇല്ലേ? എന്ത് വർത്താനം പറഞ്ഞേ? എന്റെ
കൂട്ടുകാരാണിത്. ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇന്നെ അപമാനിക്കാൻ വേണ്ടി ഉണ്ടാക്കി പറഞ്ഞ വർത്താനല്ലേ ഇത്? അല്ലേ? എനിക്ക് ഞാൻ എന്താ കളി? ഒരു സാധനം എനിക്ക് ഞാനൊരു തിന്നാൻ തന്നിട്ടില്ല. അന്റെ അല്ലേ അന്റെ ബിരിയാണി എനിക്ക് മട്ടനും ചിക്കനും ഒക്കെ തിന്നിട്ടുണ്ട്. ഞാൻ എന്ത് വേണോ? അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിച്ചാ പോരെ? അല്ല ഇപ്പൊ ബിരിയാണി എവിടെ? ഇവിടെ ഏത് നേരം കാത്തിരിക്കുന്നെന്നറിയോ? അങ്ങനത്തെ പ്രാന്തൊന്നും എന്റെ ചാവി തരൊന്നും വേണ്ട എന്റെ അടുത്ത്. ബിരിയാണി ഞാൻ കൊടുത്തയച്ചാണ് എന്റെ മല്ലിക. പിന്നെ അവിടെ ഈ ജാതി വർത്താനം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല ബിരിയാണി. അതെ കിട്ടിയിട്ടില്ലെങ്കിൽ വേണ്ട, ആയിക്കോട്ടെ, കിട്ടിയില്ലെങ്കിൽ വേണ്ട. അവിടെ ആ ജാതി വർത്താനല്ലേ പറയാൻ പാടല്ലോ. ഒരു ബിരിയാണി ഇവിടെ കിട്ടിയിട്ട് വെച്ചിട്ട് എന്റെ വാപ്പക്ക് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ മേടിച്ചു തന്നിട്ടുണ്ട്. നിങ്ങള് എന്നെ കളിയാക്കണ്ട. അനക്ക് ഞാൻ ഒന്നും അനക്കൊന്നും മേടിച്ചു തന്നിട്ടില്ല. മനുഷ്യരെ പ്രാന്ത് പിടിക്കാനായിട്ട് ഇപ്പോൾ വിശന്നിട്ട് പറഞ്ഞതായിരിക്കും അല്ലേ? അത് സാരല്ല. ബാ നിനക്ക് ബിരിയാണി ഇത് എന്ത് ചെയ്ത് ഇവിടെ ആരും കൊണ്ടുവന്നില്ലേ? ഇല്ല. അപ്പൊ പിന്നെ ബിരിയാണി എവിടെ പോയിടോ? ഇനിയിപ്പൊ ദൊരണ്ണന്റെ കയ്യിൽ അങ്ങനെ ആരെയും കൊടുത്താണോ? ദൊരയോ? അത് ദൊര എവിടെയാണ്? നമ്മള് 3 പേരും പോയ അപ്പൊ തന്നെ ദൊരണ്ണ ഇവിടെ വന്നായിരുന്നു. ആ എന്നാ ഒന്നും നോക്കാനില്ല, ആളെ പഠിച്ചു നിന്നിട്ടുണ്ടാവും. പക്ഷേ ഉണ്ടല്ല, ചോറും കറിയൊക്കെ ആക്കി ഞാൻ വിളിച്ചു നോക്കിയപ്പോ എവിടെയും കണ്ടില്ല അല്ലേ? നമ്മള് മൊത്തം നോക്കി. അപ്പൊ ഉറപ്പല്ലേ? അതെ, ആളിയാനെങ്ങാനും ആ ബിരിയാണി എടുത്ത് തിന്നിട്ടുണ്ടെങ്കിൽ അവരെ താനെ ഞാൻ വിട്ടു. എവിടെയാണ് ഇതെന്തിനു പഴയ തിരക്കുണ്ടാക്കണേ? ഈ മിണ്ടാണ്ടൊരു ഭാഗത്തേക്ക് ഒരാളൊരു ഭക്ഷണം കഴിച്ച കാര്യല്ലേ? ഏടോ ഇല്ലല്ലോ, എന്നാലും അങ്ങനെ അല്ലല്ലോ കാര്യം. ആയിക്കോട്ടെ, ഇനിയിപ്പോ അവനക്ക് ചിലപ്പോ ഇന്നത്തെ ബിരിയാണി ഓനക്ക് വിളിച്ചിട്ടുണ്ടാവും. ആയിക്കോട്ടെ, എന്റെ പ്രശ്നം ഇപ്പൊ അതൊന്നല്ല. ഓൾക്ക് ഞാനൊരു ബിരിയാണി കൊണ്ടുവന്നില്ല വെച്ചിട്ട് അതിന്റെ ഒരു മാന്യത ലെക്ക അതൊക്കെ എനിക്ക് കിട്ടിയില്ല. അത്രല്ലേ വേണ്ടു. എന്റെ വാപ്പക്ക് അത് മേടിച്ചെന്ന് ഇത് മേടിച്ചു, നിങ്ങൾ മേടിച്ചെന്ന് ഞാനുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും, ഞാനേ പിന്നെ വാ ഇത്തിരി ചോറും കറിയും വീട്ടിൽ നിന്ന് തരാം. എനിക്ക് വേണ്ട, എന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇത്തിരി ചോറും കറി ഉണ്ട്. എനിക്ക് വേണ്ടാന്ന് മര്യാദ പോയി തിന്നു. ഞാൻ ചോറും കറി ഇങ്ങോട്ട് കൊണ്ടുവരാം. അതെ അങ്ങനെ എടുത്തോ, അങ്ങനെ എടുത്തോ, ഇങ്ങോട്ട് എടുക്കാം. ഇവിടെ നിന്നോട്ടോ. അടുത്തേക്ക് അങ്ങനെ സപ്ലൈ ഒന്നും ചെയ്യണ്ട. പോയി അപ്പൂപ്പന്താടി കൊടുത്തെങ്കിൽ പൂതി ചന്തലിലെത്തിച്ചാനേ. ബിരിയാണി ബിരിയാണിയാ? എവിടുന്ന ബിരിയാണി? ആ ചെക്ക് ഇപ്പൊ കൊണ്ടുവന്നോളൂ. அல்ல அந்த பையன் 1.5 மணி நேரத்தில் கரெக்டாக பிரியாணி கொண்டு வந்து கொடுத்த. ஆனால் மல்லிகை சோறு சமைக்கலாம்ல, நான் ரொம்ப பசியில் இருந்த டைமில் தான் அந்த பையன் என்கிட்ட கொடுத்தேன். அப்போ நான் அது சாப்பிட்டேன். சாப்பிட்டு முடிகிற டைமில் தான் பாவம் ரசியா சாப்பிடாம தான் இருக்குதுன்னு தெரிஞ்சுது. ரொம்ப விஷம் வந்துருச்சு. அப்போவே நான் போய் 2 பிரியாணி வாங்கிட்டு வந்தேன். 2 பிரியாணி? நம்ம 2 வீடாக இருந்தாலும் ஒரு வீடு மாதிரி தானே. அப்போ ரசிக்கு கொடுக்கும்போது நம்ம மல்லிகைக்கு கொடுக்கணும்ல. ஒன்று மல்லிகைக்கு, ஒன்று ரசிக்கு. അതെ, കൊണ്ടുപോയിട്ട് കഴിക്കും. பசியானால தான் மன்னிக்கணும். ഇങ്ങനത്തെ ഒരു മനുഷ്യനല്ലേ ഇപ്പൊ ഈ ജാതി വർത്താനൊക്കെ പറഞ്ഞാൽ? ഞാൻ കാണിച്ചത് ബനക്ക മര്യാദ കടല്ലേ ഇപ്പൊ ഞാൻ അല്ലടോ, ആളിയാന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? അല്ല അതൊക്കെ ശരിയെന്നാണ്. പക്ഷെ ഞാൻ ഇവിടെ 2 പെണ്ണുങ്ങളുള്ളപ്പോഴും ഞാൻ എന്റെ ഭാര്യയൊക്കെ കൊണ്ടുവന്നല്ലോ. ഓൻ മേടിച്ചപ്പോ 2 ആൾക്കും മേടിച്ചോണ്ടെന്ന്. അങ്ങനത്തെ ഒരുത്തനെയാണ് ഇപ്പൊ നമ്മള് പറഞ്ഞത്. എനിക്കൊരു പെങ്ങളുണ്ടാക്കി ഞാൻ തുരക്ക് കെട്ടിച്ചു കൊടുത്താൽ செய்தல தப்புன்னு இல்லல்ல. അതെ, നമ്മുടെ മമ്മത്തിന്റെ ബിരിയാണി കട இருக்குதுல்ல, அங்கிருந்து தான் நான் 3 பிரியாணி வாங்கினேன். ஒரெண்ணம் நான் சாப்பிட்டேன், 2 இவருக்கு வாங்கிட்டு வந்தேன். ஒரெண்ணத்துக்கு 120 ரூபா, 360 ரூபா. அழியும் தெரிஞ்சுதான் நான் சொல்லி இருக்குது. நான் அது கொடுத்துருந்தேன். சரி, എന്നാലേ അവൻ ഈ ബൈക്ക് എടുത്ത് വെക്കും. ഇത് അടിയുടെ